പരസ്യമായിട്ട് നൃത്തം ചെയ്യുന്നൊരവസ്ഥ. നൃത്തം ചെയ്താൽ എന്താ കുഴപ്പം? 6-ാം നൂറ്റാണ്ടിലെ തലയെക്കെട്ട് കെട്ടിയ മതപണ്ഡിതന്മാർ പെൺകുട്ടികൾ നൃത്തം ചെയ്താൽ എന്താണോ പ്രശ്നം? നൃത്തം ചെയ്യണ്ടേ? കുറെ തലയെക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാർക്ക് ഭയങ്കര പ്രശ്നം. പെണ്ണുങ്ങൾ നൃത്തം ചെയ്താൽ എന്താ പ്രശ്നം? സാധ്യ പ്രശ്നമുണ്ടോ? ഉത്തരം ഒന്നേ ഉള്ളൂ. അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് മലയാള ചലച്ചിത്ര രംഗത്തുള്ള സകല ആളുകൾ ഉണ്ടിച്ചിറങ്ങി വരുന്നു. എന്റെ ക്യാമറ നടന്നു വരുന്ന സ്ത്രീയുടെ മുതുകിലേക്ക് മാത്രം പിടിക്കുന്നു? ചിന്തിച്ചൂടെ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? ഇപ്പുറത്ത് മലയാളത്തിലെ പ്രശസ്തരായ പുരുഷ നടന്മാർ നടന്നു വരുന്നു. എന്തേ? അവർക്കാർക്ക് ചാനലുകാരെ വേണ്ടി. സ്ത്രീകൾ നിൽക്കുന്നത് അവരുടെ ഓരോ എലമെന്റുകളും അവരുടെ മുഖത്തല്ല ക്യാമറ വെക്കുന്നു. അവരുടെ ശരീരത്തിന്റെ ആകാര സവിശിഷ്ടങ്ങൾ സെക്കൻഡ് കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടണമെങ്കിൽ ഏത് രൂപത്തിൽ വീഡിയോ പിടിക്കണമെന്ന് അറിയുന്ന കാപാലികന്മാർ പെണ്ണിനെ കച്ചവടക്കാരാക്കുക. ഇസ്ലാം ഇത്തരം ഭൂഷണങ്ങൾക്കെതിരാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ ആർക്കും കണ്ടുകൂടാതെ. സ്റ്റാർട്ട് ബഡിന്റെ ബർഗർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അതിന്റെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ലോകത്തെ ഏറ്റവും വിപണന മൂല്യമുള്ള സാധനമാണല്ലോ സ്റ്റാർട്ട് ബഡിന്റെ ബർഗർ. ഈ ബർഗറിന്റെ പരസ്യത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അത് കഴിക്കുന്ന സ്വാഭാവിക വീഡിയോ അല്ല പരസ്യത്തിലുള്ളത്. ഒരു ചെറുപ്പക്കാരിയായ അർദ്ധനഗ്നയായ ഒരു പെണ്ണ് അവരുടെ ചേഷ്ടകൾ ലൈംഗിക ചുവയോടുകൂടിയുള്ള ചേഷ്ടകളോടുകൂടി ഈ ബർഗർ തിന്നുന്ന പരസ്യം. ഈ പരസ്യം വന്ന വർഷം മില്യൺ കണക്കിന് ഡോളറാണ് ഈ ബർഗർ കമ്പനി ഉണ്ടാക്കിയത്. എന്തേ? പെണ്ണിന്റെ ഉടലിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കച്ചവടം ചെയ്യപ്പെടാൻ കഴിയൂ എന്ന് അവർക്കറിയാം. 97% പുരുഷന്മാരാണ് കാർ വാങ്ങുന്നത്. എന്തേ? കാറിന്റെ പരസ്യത്തിൽ മുട്ടിന്റെ മുകളിലുള്ള ഒരു വസ്ത്രവും പെണ്ണിന്റെ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലത്തെ ക്ലീവേജ്, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, ആ ഭാഗം പുറത്തേക്ക് ഇട്ടുകൊണ്ടുള്ള വീഡിയോ കാറിന്റെ പരസ്യത്തിൽ. എന്തേ ഒരു പുരുഷനെ അതിൽ പരസ്യത്തിൽ അഭിനയിപ്പിക്കുന്നത്? ആളുകൾക്ക് വേണ്ടത് പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കച്ചവടമാണ്. അപ്പൊ സ്ത്രീ മൊത്തത്തിൽ വിൽക്കപ്പെടുന്നൊരു സംഗതിയായി. നിങ്ങൾ തുള്ളുമ്പോൾ സദസ്സിലിരിക്കുന്നവരെല്ലാം മോശക്കാരാണെന്നല്ല പറയുന്നത്. ഇത് വീഡിയോ പിടിക്കുന്ന ആളുകൾ അവർക്ക് പലതരത്തിലുള്ള ലക്ഷ്യമുണ്ട്. ഒരു എലമെന്റിൽ പോലും ഒരു പെണ്ണും ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ മതത്തിന്റെ പേരാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള രത്നം അത് സ്വാലിഹത്തായ പെണ്ണാണെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ